ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ കർത്തൃദാസന്മാർ, ദൈവമക്കൾ ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. കർത്താവിനെ ആരാധിക്കാനായിട്ട് ഒരു ഉയർപ്പിൻ ദിവസം കൂടെ യേശു നമുക്ക് തന്നതോർത്ത് സ്തോത്രം ചെയ്യുക. നമുക്ക് പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് അല്പനേരത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44 അധ്യായത്തിൻ്റെ 3-4 വചനങ്ങളാണ് ഇന്ന് ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44 അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അവർ പുല്ലിൻ്റെ ഇടയിൽ നീർത്തോടുകൾ കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും. അടുത്ത ഭാഗം, ഞാൻ യഹോവയ്ക്കുള്ളവനെന്ന് ഒരുത്തൻ പറയും. മതി. ഞാൻ യഹോവയ്ക്ക് ഉള്ളവൻ എന്ന് ഒരുത്തൻ പറയും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ്. ഇസ്രായേൽ മക്കൾ, ദൈവത്തിൻ്റെ സ്വന്തം ജനം, അവരുടെ തകർച്ചയുടെ നടുവിൽ അവർക്ക് ദൈവം കൊടുക്കുന്ന ദൂത് നേരത്തെ പ്രവാചകൻ പ്രവചിക്കുന്ന ഭാഗമാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. അതിനകത്ത് ഉള്ളൊരു സന്ദേശമാണിന്ന് പറയാൻ പോകുന്നത്. ഞാൻ തുടക്കത്തിലേ പറയാം, ഒരു മനുഷ്യൻ എത്ര തകർന്നാലും ദൈവത്തിന് അവനെ പണിയാൻ കഴിയും. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ തൊട്ട ചോറ ദൈവത്തിന് പണിയാൻ കഴിയുമെന്ന് പറ. ഹല്ലേലൂയ. ഇവിടെ പ്രവാചകൻ പ്രവചിക്കുകയാണ്, അങ്ങനെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിൽ ഒരു ദാഹം ഉണ്ടാകണം. വാഞ്ച. എന്തോ ഉണ്ടാകണം? ദാഹം. ദൈവത്തിന് സ്തോത്രം. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പം അക്ഷരീക ദാഹവുമുണ്ട്, ആത്മീക ദാഹവുമുണ്ട്. അക്ഷരീക വിശപ്പുമുണ്ട്, ആത്മീക വിശപ്പുമുണ്ട്. അക്ഷരീക ഉറവയുമുണ്ട്, ആത്മീക ഉറവയുമുണ്ട്. ഇതെല്ലാം കൂടെ എപ്പോൾ പ്രസംഗിച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ചെറുകെ നമ്മുടെ ചിന്തകൾ തുടങ്ങാം. ഈ നിങ്ങൾക്കറിയാം, ഈ പച്ചവെള്ളത്തിനൊക്കെ ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയണേ നല്ല ദാഹിച്ചിരിക്കുമ്പം കുടിക്കണം. ഓ, എന്നാ ടേസ്റ്റാ. പണ്ടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പഴയ കാലത്തിലോട്ട് പോകാമേ. ഇപ്പം നമുക്ക് കാറുണ്ട്, സ്തോത്രം, സ്കൂട്ടറുണ്ട്. പണ്ടൊക്കെ ഈ കാറും സ്കൂട്ടറും സൈക്കിളും ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് സ്കൂളിൽ പോയിച്ച് വരുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ രാവിലെ 11 മണിക്ക് സമരക്കാർ വന്ന് ഈ സമരമൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മളെ വിടുമ്പോഴേ 11:30 ആകുമ്പോഴേ നമ്മളിങ്ങനെ നടന്നലച്ച് വരുമ്പോഴേ, സ്തോത്രം, നാട്ടുകാരുടെ ചാമ്പയിലെല്ലാം കയറി ചാമ്പയ്ക്കായൊക്കെ പറിച്ച് നെല്ലിയെ കയറി ആരും ഒന്നും കയറി എല്ലാവരും ഇറ്റലി KFC ഇട്ട് തട്ടി കളിച്ചുകൊണ്ട് നടന്ന ആൾക്കാർ അല്ല. ഞാൻ കോട്ടയംകാരോടാണ് പ്രസംഗിക്കുന്നത്. ഒക്കെ ഇങ്ങോട്ട് വരുമ്പോഴേ, സ്തോത്രം, ഏതേലും കിണറ്റിൽ നിന്നൊക്കെ ഒരു തൊട്ടി വെള്ളം കോരി അങ്ങോട്ട് കുടിച്ചാൽ എന്തോ ടേസ്റ്റ് ആ വെള്ളത്തിന്. ഈ രക്ഷിക്കപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയാം, നിന്നെ ഏതവസ്ഥയിലേക്കും ദൈവം കൊണ്ടുപോകും. പക്ഷെ നിനക്കാർക്കും ഇല്ലാത്തൊരു ദാഹം നിൻ്റെ അകത്ത് വേണം. ഒരു ദാഹം. സ്തോത്രം. ചില ബ്രദറെ ഇന്ന് കൊണ്ടുവരുന്നുണ്ടോ? വരുന്നുണ്ട്. എപ്പോൾ വരും? അതൊരു 11:45 12 ആകുമ്പോൾ വരും. ഒരു 12:30 കഴിയുമല്ലോ. മിണ്ടുന്നില്ല. ദാഹമുള്ളവൻ അങ്ങനല്ല. ദാഹമുള്ളവന് ഞായറാഴ്ച നേരം വെളുക്കാൻ നോക്കിയിരിക്കുക. എന്താ കാര്യം? അവൻ്റെ അകത്ത് ഭയങ്കര ദാഹമാണ്. ഓ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പ്രവാചകൻ പ്രവചിക്കുക, നിങ്ങൾ ദാഹിച്ചിരിക്കുവാണെങ്കിൽ 5 കാര്യങ്ങൾ ചെയ്യുമെന്നാ പ്രവാചകൻ ജനത്തോട് പ്രവചിക്കുക. ഒന്നാമത്തെ കാര്യം, നീ ദാഹിച്ചിരുന്നാൽ നിനക്കൊരു നീരൊഴുക്കിനെ ഞാൻ പകരും. 2, ദാഹിച്ചിരിക്കുന്നതിൻ്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. 3, ദാഹിച്ചിരിക്കുന്നതിൻ്റെ സന്തതിയുടെ മേൽ എൻ്റെ അനുഗ്രഹത്തെ ഞാൻ പകരും. അതെങ്ങനെയാണെന്നറിയാമോ? നിന്റെ സന്തതി അലരികൾ പോലെ മുളച്ചു വരും. ദൈവത്തിന് സ്തോത്രം. നിന്റെ സന്തതി യഹോവയ്ക്കുള്ളതെന്ന് അവർ പറയും.
ഈ 5 കാര്യം ഇപ്പോൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ 5 കാര്യം 5 ദിവസം പ്രസംഗിച്ചാലേ തീരത്തുള്ളൂ. നമുക്ക് ദൂതിലോട്ട് വരാം. സ്തോത്രം. ഒരു ദൈവവൈതൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കണം, മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വന്ന് ഒരാളുടെ തലയെ കൈവച്ച് അദ്ദേഹത്തെ കുലുക്കി അനുഗ്രഹിച്ചാലും അനുഗ്രഹം കിട്ടത്തില്ല. ഈ ബൈബിളിൽ വായിക്കുന്നുണ്ട്, നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ ഈ വീടിന് സമാധാനം എന്ന് പറയണം. അടുത്ത കേട്ടോ, ആ വീട്ടിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ സമാധാനം അവൻ്റെ മേൽ ചെല്ലും, ഇല്ലെങ്കിൽ പറഞ്ഞവൻ്റെ മേൽ തിരിച്ചു വരും. ബൈബിൾ മുഴുവൻ നിങ്ങൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ ആ വിഷയത്തിലൊരു ദാഹം ഉണ്ടാകണം. ആ വിഷയത്തിൽ ഉണ്ടാകണം ഒരു ദാഹം. ദാവീദ് ഒരിക്കൽ പറയാ, കർത്താവേ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെയായ എൻ്റെ ആഗ്രഹം. എനിക്കെന്തുവാ? യഹോവയുടെ മനോഹരത്വം ഒന്ന് കാണണം. എനിക്ക് അവൻ്റെ മന്ദിരത്തിൽ എന്ത് ചെയ്യണം? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഭൗതികതകൾ പ്രാർത്ഥിക്കുക വേണ്ട, ആത്മീക ആഗ്രഹം വർദ്ധിച്ചാൽ മതി, ഭൗതിക പുറകെ വന്നോളൂ. ഓ ഹല്ലേലൂയ. ഇന്നത്തെ പ്രസംഗമെല്ലാം ഒരു ദൈവവൈതലിനകത്തുണ്ടാകേണ്ടത് ആത്മീക ആഗ്രഹമാണ്. ഈ നമുക്ക് മനസ്സിലാകുന്ന ദൂതിലോട്ടൊന്ന് വരാം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്ത് ചോദിച്ചേ, കർത്താവിന് സ്തോത്രം, ആമി ആത്മീക വിഷയത്തിൽ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചേ. സ്തോത്രം സ്തോത്രം. ചിലൊന്നും ചോദിക്കുന്നില്ല, പക്ഷേ എനിക്കൊന്ന് കല്യാണം കഴിക്കണം ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ എനിക്കൊരു വീട് വെക്കണം ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ എനിക്കൊരു കാറ്, ഇതെല്ലാം ആഗ്രഹമാണ്. പക്ഷെ അതെല്ലാം കിട്ടണേ എന്ത് ചെയ്യണം? ആദ്യ ആത്മീക ആഗ്രഹം ഉണ്ടാകണം. ഒരാമയും പറഞ്ഞാട്ട്. സ്തോത്രം. നമുക്ക് ബൈബിളിലോട്ട് വരുമ്പോഴേ 42 സങ്കീർത്തനം കോരഹപുത്രന്മാർ ചമച്ച സങ്കീർത്തന. അവർ പറയുന്നത് കേട്ടോ, 42:2, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയാം, നിന്റെ നോട്ടം ഒന്ന് മാറ്റിയാൽ തന്നെ നിന്റെ ജീവിതത്തിന്റെ നിലകൾ മാറാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ. എത്ര വലിയ കലുഷിതമായ പ്രശ്നത്തിനകത്താണ് നീയെങ്കിലും നിന്റെ അകത്ത് ആഗ്രഹം ഉണ്ടാകണം. ഓ ഹല്ലെ. നിങ്ങൾക്കറിയാമോ, സാധാരണ ആൾക്കാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ആഗ്രഹമുള്ളവൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും രണ്ടാ. ഒരാമയും പറഞ്ഞാട്ട്. ഹല്ലേലൂയ. എൻ്റെ ഇന്നത്തെ പ്രസംഗം മുഴുവൻ ആഗ്രഹിക്കുന്നവരെ ഈ ദിവസങ്ങളിൽ ദൈവം തൃപ്തിപ്പെടുത്താൻ പോവുക. ഓ ഹല്ലേലൂയ. ആരോടൊക്കെ ദൈവം പ്രവചിക്കുക, നീ ആഗ്രഹിച്ച പലതും നിന്റെ മുമ്പിൽ ദൈവം നിരത്തി അങ്ങനെ ഒരു ശബ്ദം കേട്ടോണ്ടാ. യെസ്, ബൈബിളിൽ വാക്കുമുണ്ട്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. ഓ ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ചിലരുടെ ആഗ്രഹമാണ് കർത്താവ് ഒന്ന് അനുഗ്രഹിക്കണം, അത് അതുപോലെ സംഭവിക്കും. കർത്താവിന് ഇവിടെ ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. അവരുടെ ഉള്ളു പിടയ്ക്കുക, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലാൻ ഇടയാകും. ഇന്ന് പകൽ അങ്ങനെ ഒരു ആവേശം നിങ്ങളുടെ അകത്തുണ്ടാകണം. നിനക്കൊത്തിരി തടസ്സമുണ്ട്, വീട്ടിൽ നിന്ന് വിട്ടുപോരാൻ തടസ്സമുണ്ട്, വരാൻ വണ്ടി കിട്ടാൻ തടസ്സമുണ്ട്, പക്ഷേ അതൊന്നും വിഷയമല്ല. നോക്കി, കല്ലറവാതുക്കൽ എത്തുന്ന മദ്ദലക്കാരത്തിലെ മറിയുടെ ആഗ്രഹം, യേശു മരിച്ചു, പക്ഷെ എനിക്ക് യേശുവിനെ കാണണം. ഒരാമയും വരുന്നില്ല. ഞാനൊരു ദൂത് പറയാം, നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയവനായി ദൈവം നിനക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടും. വിശ്വാസമുണ്ടോ? അവള് പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. അവൾക്കറിയാം, അവള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയാം, ഞങ്ങൾക്ക് വേണ്ടി ആറി കല്ല് ഉരുട്ടി മാറ്റാൻ വടവാതൂരിന്ന് കല്ലുരുട്ടുന്നവരെയും കൊണ്ട് പോയില്ല. ഒരു ദൂത് പറയാം, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്റെ തടസ്സം എത്ര വലിയ കല്ലായാലും അത് ഉരുട്ടാൻ സ്വർഗത്തിൽ നിന്ന്. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ലോർഡ്. ഓ താങ്ക് യു ലോർഡ്. ചില മറയിന്ന് നീക്കാൻ പോവാ. നീ ആഗ്രഹിച്ചത് കാണാൻ പോവാ. നീ ആഗ്രഹിച്ചത് പ്രാപിക്കാൻ പോവാ. നീ ആഗ്രഹിച്ചത്. ഓ രക്തം ജയം, രക്തം ജയം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. നിങ്ങൾ യേശു മരിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, അരിമത്യക്കാരൻ യോസഫിനെ അടക്കിയിരിക്കുക.
റോമൻ പട്ടാളത്തിന്റെ പരിധിയിൽ കിടക്കുകയാണ് ആമി കല്ലറ ഇരിക്കുന്ന സ്ഥലം. പക്ഷേ ഒരുത്തി ആഗ്രഹിക്കുക, നോക്കി, കൂടെ നടന്ന് 12 ശിഷ്യന്മാർ, അപ്പം കൊടുത്ത് അത്ഭുതം കണ്ടവര്, മുടന്തരെ എഴുന്നേപ്പിക്കുമ്പോൾ അത്ഭുതം കണ്ടവര്, കുരുടന്റെ കണ്ണു തുറന്ന് അത്ഭുതം കണ്ടവര്, മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതം കണ്ടവര് പേടിച്ചിരിക്കുക. അപ്പൊ ഇവള് പറയാ, ചത്ത ചാകട്ടെ, എനിക്ക് ആ കല്ലറ പോണം. പക്ഷെ പോകുമ്പോ അവർ അകത്തൊരു ചോദിച്ചു നിന്നില്ല, എനിക്ക് വേണ്ടി ആർ? ഞാനൊരു കാര്യം പറയാം, ആഗ്രഹം ഉണ്ടായാൽ തടസ്സം ഒരു തടസ്സമല്ല. ആരാധിക്കാൻ ആഗ്രഹം ഉണ്ടായാൽ ഒരു തടസ്സവും. യെസ്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന് ഒരു രാജ്യത്ത് ദൈവവചനം പ്രസംഗിക്കാനായിട്ട് അവിടെ ചെന്നു. പ്രസംഗിക്കുന്നതിന് മുമ്പേ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് രാത്രി ഫ്ലൈറ്റിന് നാട്ടിൽ പോകേണ്ട ഒരു അങ്കിളുണ്ട്, ബിസിനസ്സുകാരനാണ്. പുള്ളിയെ ഒന്ന് സഭയായിട്ട് പ്രാർത്ഥിച്ചു വിടാൻ പോവാ. കാരണം സ്തോത്രം, നമ്മുടെ ആരാധന തീരുമ്പോൾ 7:30 പുള്ളിയുടെ ഫ്ലൈറ്റ് 9:30. സ്തോത്രം. അതുകൊണ്ട് അദ്ദേഹം ഒരു ആരാധനയുടെ ഒരു തുടങ്ങി ഇച്ചിരി നേരം കഴിയുമ്പം പോവും. അതുകൊണ്ട് സഭയായിട്ടൊന്ന് പ്രാർത്ഥിച്ചയക്കാം. അയാളെ പുള്ളിയെ മുമ്പോട്ട് വിളിച്ച് പുള്ളിയും ഭാര്യയും പിള്ളേരെയും കൂടെ പ്രാർത്ഥിച്ചയക്കുക. പ്രാർത്ഥിച്ചയച്ചു കഴിഞ്ഞ് എനിക്ക് പ്രസംഗിക്കാൻ സമയം തന്നു. പ്രസംഗം തുടങ്ങി. പിന്നെ പുള്ളിയൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ 7:45 ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുള്ളി അവിടെ ഇരിപ്പുണ്ട്, ഭാര്യ അവിടെ ഇരിപ്പുണ്ട്, പിള്ളേരും അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആരാധനയ്ക്ക് ഇടയ്ക്ക് സ്തോത്രം പാസ്റ്ററോട് ചോദിച്ചു, പുള്ളി പോയില്ലല്ലോ. പുള്ളി ആവേശം കയറിയാൽ പോകത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ പല പ്രാവശ്യം പോകാതിരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. ശ്രദ്ധിക്കണം. യോഗമെല്ലാം കഴിഞ്ഞ് സ്തോത്രം പുള്ളി ഞങ്ങളെ ഹോട്ടലിൽ ഫുഡിന് കൊണ്ടുപോയി. പോയപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ ഫ്ലൈറ്റിന് പോകണ്ടായിരുന്നു? ഫ്ലൈറ്റ് ഇനിയും ഉണ്ടല്ലോ. ആത്മീയാന്തരീക്ഷം എപ്പോഴും കിട്ടുമോ? നിങ്ങളാരും മിണ്ടുന്നില്ല കേട്ടോ. ആഗ്രഹമായി ഞാൻ പറയുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയുക. ലോർഡ്, നിനക്ക് ദാഹം ഉണ്ടെങ്കിൽ ഓ ഹല്ലേലൂയ, എനിക്ക് ഈ സഭയിലുള്ള ദൈവമക്കൾക്ക് ദാഹം ഉണ്ടെങ്കിൽ, സകല അനുഗ്രഹത്തിന്റെ രഹസ്യം നിനക്ക് ദാഹം ഉണ്ടെങ്കിൽ, സ്തോത്രം. ഏലിയാവിന്റെ പുറകെ ഏലിശ നടക്കുന്നത് ഒറ്റ ദാഹത്തിലാ. അവന്റെ മേൽ പകർന്ന ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ചെല്ലുവിരിക്കാതെ സ്വോത്രാഴ്ച ഇടാനാ യോഗം വെച്ചേക്കുന്ന അല്ല. ഒരുവന്റെ അകത്ത് ആഗ്രഹം കിടക്കുക, എനിക്കത് വേണം. എനിക്ക് വേണ്ടത് ഇരട്ടി അഭിഷേകമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇനിയും ദൂതിലോട്ടൊന്ന് വരട്ടെ. ദൈവത്തിന് സ്തോത്രം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്ത് വെച്ച് പറ, കുറച്ചുകൂടെ ദാഹിക്കാൻ പറ. ഇച്ചിരുടെ ആഗ്രഹം ഉണ്ടാകുക. ഇനി എങ്ങനെയാ ദാഹിക്കുന്നത്? 42-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യത്തിലുണ്ട്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ. ഹല്ലേലൂയ. കിട്ടിയോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നെ നോക്കി ഞാൻ പറയാം. സ്തോത്രം. കാടിനകത്ത് മാനുകൾ ഏറ്റവും കൂടുതൽ വേഗത കൂടിയ ഒരു ജീവിയാണ് മാന്. സ്തോത്രം. അതിനെ പിടിക്കാൻ വലിയ പാടാ. നിങ്ങൾക്കറിയോ, ഈ മാനെ സിംഹം പിടിക്കാൻ വരും. സ്തോത്രം. സിംഹം മാനിനൊരു കുഴപ്പമുണ്ട്, ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒലച്ചേ പോകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ ഇലകളിലൊക്കെ ഈ ശരീരം കയറി മുട്ടിക്കും. ഈ മാനിന്റെ ശരീരത്തിന്റെ സ്മെല്ല് പിടിച്ച ഈ സിംഹം പുറകെ വരുന്നത്. ഇത് മാനിന് അറിയാം. അതുകൊണ്ട് മാൻ ചിലയിടത്തൂടെ പോകുമ്പോൾ ഇടയ്ക്ക് അരുവി കൊണ്ടൊന്ന് കയറും. അരുവി കടന്നു കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം സിംഹത്തിന് സ്മെല്ല് കിട്ടുകയല്ല. സ്തോത്രം. അതുകൊണ്ട് അവിടെ വരെ വന്ന സിംഹം യാത്ര മതിയാക്കും. സ്തോത്രം. അതുകൊണ്ട് ഞാനും ദൈവമക്കളോട് പറയാം, ഇടയ്ക്കിടയ്ക്ക് ആത്മാവിന്റെ നദിക്കകത്തൂടൊക്കെ ഒന്ന് കയറണം. നിന്റെ പുറകെ വരുന്ന പലതിനും വഴി മുടങ്ങി പോവുന്നേ. മനസ്സിലായല്ലോ? സ്തോത്രം ചെയ്യാവൂ. ആത്മനദിക്കകത്തൂടെ ഇടയ്ക്കിടയ്ക്കൊന്ന് കയറണമെന്നേ. നിന്റെ പുറകെ വരുന്ന പലതിനും ഈ മാന് വെള്ളം കുടിക്കാൻ വരുന്നത് നദിയുടെ കരയിലാണ്. അപ്പൊ ഈ സിംഹങ്ങൾ പതിയിരിക്കും. ഈ നദിയുടെ കര മാൻ വരാൻ നോക്കിയിരിക്കുക. ഈ മാൻ കുറ്റിക്കാടുകൾക്കകത്ത് വന്ന് പമ്മി ഇരുന്നിട്ട് മുമ്പിൽ ഒഴുകുന്ന വെള്ളത്തെ നോക്കി കൊതിക്കും. ചുറ്റോടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ശാന്തം വന്നല്ലേ വെള്ളം കുടിക്കും. ഇതുപോലെ സങ്കീർത്തനക്കാരൻ പറയും, ഇതുപോലെ മുമ്പിൽ കിടക്കുന്നത് അനുഭവിക്കാൻ ഞാൻ ദാഹിക്കുക.
എന്ന് പറഞ്ഞാൽ അവി ഏതൊക്കെ ശത്രു എന്നെ തമ്മി തുറിച്ചു നോക്കിയാലും എന്റെ ദാഹം എന്റെ ദൈവത്തെ കുറിച്ചാ. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ നമ്മുടെ വീട്ടിൽ വലിയ പ്രശ്നവും വലിയ കടവും ഒക്കെ വരുമ്പം നമ്മൾ പറയും, കർത്താവേ നീ ഇങ്ങ് വന്നാ മതിയായിരുന്നു. അത് ആഗ്രഹം ഉണ്ടായിട്ടല്ല, മനസ്സിലായോ? ചില വലിയ പ്രതിസന്ധി ഉണ്ടായി, സ്തോത്രം. എന്നാലും ഒരാൾ പറഞ്ഞു കർത്താവ് ഇങ്ങ് വന്നാ മതി. ഞാൻ ചോദിച്ചു എന്തുവാ കാര്യം? ഭാര്യ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഭാര്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ കർത്താവ് വരുന്നത് അതുകൊണ്ടല്ല. എന്നാൽ ഒരു ഭക്തന്റെ അകത്ത് ആത്മീക ദാഹവാ, നിത്യത അകത്ത് കത്തിയിട്ട് ഓ എന്റെ യേശു ഒന്ന് വന്നായിരുന്നേ. ഓ ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഞാൻ എപ്പോഴും ദൈവമക്കളോട് പറയാം, സ്തോത്രം, രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഒരു ദൈവവൈദ്യന്റെ അകത്തുണ്ടാകേണ്ടത് ആത്മീക ദാഹവാ. എല്ലാ വഴി അടഞ്ഞോട്ട് നീ ഇപ്പോൾ ശ്രദ്ധിക്കേ, ആ വഴിയുടെ കാര്യം ഒന്ന് വിട്ടേച്ച് നീ ഒന്ന് ദാഹിച്ചേ, ആ വഴി നിന്റെ പുറകെ വരും. ഓ യേശുവിന്റെ നാമത്തില്. 42-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഹല്ലേലൂയ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ്. ഇനി 63-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം കൂടെ ദാവീദ് പറഞ്ഞുകൂടെ നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ദൈവമേ നീ എന്റെ ദൈവം. അല്ല, ആ ഭാഗം മുതൽ വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത്, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത്, ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എന്തൊക്കെ ലഭിച്ചിട്ടും തൃപ്തിയില്ലാതെ ദാഹിക്കുക. കാട്ടിക്കടന്നവനെ രാജാവാക്കിയത് ദാഹവാ. ജീസസ് ഒന്നുമില്ലാത്തവനെ എല്ലാം ഉള്ളവനാക്കിയത് ദാഹവാ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിനക്കൊരു ദാഹമുണ്ടെങ്കിൽ നിനക്ക് നീരൊഴുക്കിനെ തുറക്കാൻ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. യേശുക്രിസ്തു ഭൂമി ശുശ്രൂഷിച്ച് ഒരു കാര്യം പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കത്തില്ല, എന്റെ അടുക്കൽ വരുന്നവന് ദാഹിക്കത്തില്ല. കാരണം ദാഹവും വിശപ്പും മാറ്റാൻ കഴിയുന്ന ഒരാളാ ഞാന്. അക്ഷരീക വിശപ്പും അക്ഷരീക ദാഹവും, അക്ഷരീക ആത്മീക ദാഹവും ആത്മീക വിശപ്പും മാറ്റിത്തരാൻ യേശുവിന് കഴിയുമെന്ന് എത്ര പേർ അതിന് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുക, ദൂതിലോട്ട് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നൊരു ഭാഗം 6:35 എന്റെ അടുക്കൽ വരുന്നവൻ വിശക്കുകയില്ല. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. പിന്നെ യേശു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവനെല്ലാം എന്ത് ചെയ്യണം? എന്റെ അടുക്കൽ വന്ന്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുക, സ്തോത്രം, ഒരു ദാഹം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ആര് പ്രാപിക്കുന്നതിനും അധികം നിങ്ങൾ പ്രാപിക്കും. ഓ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആത്മീക വിഷയത്തിനകത്ത് ദാഹം വേണ്ടത്. സങ്കീർത്തനക്കാരൻ പറയാം, ദൈവമേ ഞാൻ നിനക്കായി ദാഹിക്കുന്നു. നിന്റെ ഈ ആമോസിന്റെ പ്രവൃത്തി വാക്യമുണ്ട്, ഇത് അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, വചനം കേൾക്കാനുള്ള ദാഹമാണ്. ഓ എത്ര പേര് ആമീൻ പറയും? ചിലര് ദാഹിച്ചാ വരുന്നത്, ഇന്നൊരു വചനം കിട്ടിയായിരുന്നെങ്കിൽ, ഇന്നൊരു വചനം കിട്ടിയായിരുന്നെങ്കിൽ, ഇന്നൊരു ദൂത് കിട്ടിയായിരുന്നെങ്കിൽ അത് അനുഗ്രഹമെന്ന് പറയും. ഇനി ഇവിടെ നിന്നോണ്ട് പറയാം, അക്ഷരീക ദാഹം തീർക്കാനും ആത്മീക ദാഹം തീർക്കാനും ദൈവത്തിന് കഴിയും. ഒന്നുകൂടെ പറയാം, അക്ഷരീക ദാഹം തീർക്കാനും ആത്മീക ദാഹം തീർക്കാനും. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്, അല്പകാലങ്ങൾക്കകത്ത് നിന്റെ ദാഹം തീരുന്ന നീരുറവ. ഓ ഹല്ലേലൂയ. ഈ പ്രവാചകൻ പ്രവചിക്കുന്നതിന്റെ തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിൽ പ്രവചിച്ചിട്ടുണ്ട്, മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. ഓ നന്ദി കർത്താവേ. 43:18 മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അപ്പൊ പ്രവാചകൻ ആത്മക്കണ്ണുകളിലൂടെ കാണുകയാണ്, ഇതുവരെ ചെയ്യാത്ത പുതിയ ഒന്ന് നിന്റെ ദാഹം അറിഞ്ഞ് ദൈവം ചെയ്യാൻ പോവാ.
ഒരു വിശ്വാസം പോലെ അടുത്തിരിക്കുന്ന ആളെ നോക്കി ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോവുക. ഓ, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരുപക്ഷെ അടുത്ത ഞായറാഴ്ച നീ ഇവിടെ വരുന്നതിന് മുമ്പ് നിന്റെ കുടുംബത്തിന് അകത്ത് പുതിയതൊന്ന്, നിന്റെ സന്തതിക്ക് വേണ്ടി പുതിയ. ഓ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇന്ന് പ്രവചിക്കുന്ന ദിവസമാ. ആമി, ദാഹമുള്ള നിന്നോടാ ദൂത്. മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കണ്ട, ഞാൻ പുതിയതൊന്ന്. ഓ, എനിക്ക് ആത്മാവിൽ കിട്ടുന്ന ബോധ്യം, ലോർഡ് ആരുടെയൊക്കെയോ ലൈഫിൽ പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോവാ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കൈ കൊടുത്ത് പ്രവചിക്ക്, നിനക്ക് വേണ്ടി പുതിയതൊന്ന്. ഓ ലോർഡ്, പ്രവാചകൻ ആത്മാവിൽ കൂടെ കാണുക, നീ തകർന്നെന്ന് കഥ പറഞ്ഞവരുടെ മുമ്പിൽ നിനക്ക് വേണ്ടി പുതിയതൊന്ന്. ഓ, ഞാൻ ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. എവിടോ എവിടോ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഒന്നുകൂടെ കയറി പറയാം, മുമ്പ് ഒരിക്കലും ചെയ്തിട്ടില്ലാത്തത്, മുമ്പ് ആർക്കു വേണ്ടിയും ചെയ്യാത്തത് ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ചെയ്യും. ഈ ദൂത് നിനക്ക് ഏറ്റെടുക്കാവോ? ഈ ദൂത്. യെസ്, നന്ദി കർത്താവേ. ദൈവം നിന്നോട് സംസാരിക്കുക, ദൈവം നിന്നോട് സംസാരിക്കുക, ദൈവം നിന്നോട്. ഓ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാന് ഈ വചനം എടുക്കുമ്പം എവിടോ ചില ഒരുക്കങ്ങൾ കാണുക. പുതിയതെന്തോ നിന്റെ വീടുമായി ബന്ധപ്പെട്ട്, നിന്റെ സന്തതിയുമായി ബന്ധപ്പെട്ട്, നിന്റെ കുടുംബമാ. ഓ, എവിടോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് തിരക്ക് കൂട്ടുന്നു. ഈ സഭായോഗത്തിൽ പരിശുദ്ധാത്മാവ് തിരക്ക് കൂട്ടുന്നു. അതെന്തിനാ? പുതിയതൊന്ന് അതിപ്പോൾ ഉത്ഭവിക്കും. ദാഹം തീർക്കുന്ന ജീവനാധിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനാധിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേലൂയ പാടിടും. യെസ്, ആ ഭുജബലത്താ നടത്തിയതാ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തിക്കൊണ്ട്, കൈ ഒന്ന് ഉയർത്തി വീശിക്കൊണ്ട്. യെസ്, ആ ഇമ്പസ്വരത്താ നയിച്ചതിനാൽ ഹല്ലേലൂയ പാടിടും. ആ ഭുജബലത്താ നടത്തിയതാ. ഓ, ഹല്ലേലൂയ പാടിടും. ആ ഇമ്പസ്വരത്താ നയിച്ചതിനാൽ. നമ്മൾ ആ വാക്യം ഒന്ന് എടുക്കാൻ പോവാ. ആ വാക്യം ഒന്ന് എടുക്കാൻ പോവാ. ലോർഡ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 18-19 വാക്യങ്ങൾ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ചിലതൊക്കെ മറന്നേരെ. ചിലതൊക്കെ എന്ത് ഒന്ന് തൊട്ടച്ച് പറ, മറന്നേക്കാൻ പറ. അമ്മി, എന്താ കാര്യം എന്നറിയാമോ? സ്തോത്രം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. നിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറയുക, ഇതാ നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ദൈവം പുതിയതൊന്ന് ചെയ്യുന്നു. അതല്ല ദൂത്, കേട്ടോ, പുതിയതൊന്ന് ചെയ്യുന്നു, കേട്ടോ. അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? ചോദിക്ക പ്രവാചകൻ, നിങ്ങൾ അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ അത് ഇപ്പോൾ ഉത്ഭവിക്കും. ഉത്ഭവിക്കും. പ്രവാചകൻ, നിങ്ങൾ അത് അറിയുന്നില്ലയോ?
ഒരു ദിവസം പ്രവാചക ശിഷ്യന്മാര് ഏലിശായോട് ചോദിക്കുക, നീ അറിയുന്നോ ഇന്ന് ഏലിയാവ് എടുക്കപ്പെടും? ഉടനെ ഏലിശ പറയാം, മിണ്ടാതിരിക്ക, അതറിഞ്ഞാ ഞാൻ പുറകെ നടക്കുന്നേ. ഒരാമയും വരുന്നില്ല. ചിലര് വിചാരിക്കും നീ ആഴ്ച ഉപവസിച്ച എന്തിനാന്ന് നിന്റെ വീട്ടിലോർക്ക് പിടികിട്ടിയില്ല. അടുത്ത ആഴ്ച ഉപവസിക്കുന്ന എന്തിനാന്ന് അവർക്കറിയത്തില്ല. പക്ഷെ നിനക്കുള്ളിൽ അറിയാം പുതിയതൊന്ന് ഉത്ഭവിക്കാൻ പോവാ. കൃപ കൃപ വലിയ തിരിച്ചറിവ് നിന്റെ അകത്ത് തരിക. യേശുവിന്റെ നാമത്തില് പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. ഉള്ളിൽ തിരിച്ചറിയുക. കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷെ ഉള്ളിൽ തിരിച്ചറിവ്. താഴ്വര നിറയാൻ ചിലരുടെ ഉള്ളില് അത് വേറെ ആർക്കും മനസ്സിലാകത്തില്ല. അനാത്മികൻ അറിയത്തില്ല, ആത്മികൻ അറിയാം. ഉള്ളിൽ എന്തോ something happened. ഉള്ളിൽ എന്തോ യേശുവിന്റെ നാമത്തിൽ എനിക്ക് ദൈവാത്മാവ് ബോധ്യപ്പെടുക, എന്തോ ഉത്ഭവിക്കാനുള്ള ആരംഭം. എന്തോ നിന്റെ കുടുംബ ചരിത്രം മാറുന്ന എന്തോ ഉത്ഭവിക്കാൻ. നീ ജനിച്ചിട്ട് ഇതുവരെ നടക്കാത്തത് എന്തോ. ഈ ചർച്ചിനൊരു സ്പിരിച്വൽ ട്രെയിനിങ് നടക്കുക. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, ഏലിയാവിന്റെ കാലം തീരുക, ഏലിശയുടെ കാലം തുടങ്ങുക. ഇതുപോലെ ഒരു പുതപ്പിന്റെ കൈ നിനക്കുള്ളിൽ അറിയാം. ഉള്ളിലറിയാം, നിനക്കറിയാം. വേറെ ആർക്കും അറിയത്തില്ല, പക്ഷെ ലോഡ് നോക്കിയേ. ഒരു സ്ത്രീ നിൽക്കുന്നവർ നിന്നോട് ഇരുന്ന് കേട്ടോ, ഞാൻ നിന്നല്ലേ പ്രസംഗിക്കുന്നേ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. അവൾ അറിഞ്ഞു ഹീലായെന്ന്. പ്രവാചകൻ, നിങ്ങൾ അറിയുന്നില്ലയോ അതിപ്പോൾ ഈ ഇരുട്ടി വെളുത്താൽ എണ്ണപ്പെട്ട ദിവസത്തിനകം നിന്നോട് ബന്ധപ്പെട്ടത് അനുഭവിക്കും. നിന്റെ സന്തതിയോട് ബന്ധപ്പെട്ട് ഉത്ഭവിക്കും. നിന്നെ നോക്കി പ്രവചിക്കുക, ഉത്ഭവിക്കും. നിന്റെ സന്തതിയെ നോക്കി പ്രവചിക്കുക, ഉത്ഭവിക്കും. നിന്റെ വീട്ടിൽ ഉത്ഭവിക്കും, നിന്റെ മേൽ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾ അറിയണം, ഇസ്രായേലെ അറിയണം. ഇന്ന് രാത്രി നീ ഉറങ്ങരുത്. നീ കാലിന് ചെരുപ്പിട്ടോണ്ടിരിക്കണം. എന്താ കാര്യം? മിസ്രൈമിൽ അറിഞ്ഞിട്ടില്ല, പക്ഷെ നീ അറിയണം. ഇന്ന് രാത്രി സംഹാരകൻ താണ്ഡവ നൃത്തമാടും. അപ്പൊ നീ അറിയണം. എന്തോ പ്രാർത്ഥിക്കുന്നവന്റെ ഉള്ളിൽ അറിവ്, അതിപ്പോൾ ഉത്ഭവിക്കും. നിന്റെ ആ വഴി എണ്ണപ്പെട്ട ദിവസത്തിനകത്ത് ഓപ്പണാകും. കൃപ 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 കൃപ. എന്തോ ഉത്ഭവിക്കാനുള്ള എന്തിന്റെ അടുക്കലാ നീ നിൽക്കുന്നേ? ഉത്ഭവിക്കാനുള്ള ഇന്ന് ചില പാരമ്പര്യം പൊട്ടും. ഞാനൊരു വെളിപ്പാട് രാവിലെ തിരുവല്ല ശുശ്രൂഷ ചെയ്യുമ്പോഴും കണ്ടു. ഒഴുകി വരുന്ന വെള്ളത്തെ എവിടോ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഇന്ന് ആ തടസ്സം പൊട്ടിച്ചിട്ട് നിന്നിലോട്ട് അത് തുറന്നു വിടാം. കൃപ 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 കൃപ. ദൈവ സാന്നിധ്യം ചിലരെ തൊടുന്നു.
നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഞങ്ങൾ 3 പേരും കൂടെ ശുശ്രൂഷിക്കുന്ന നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഭയങ്കര ഒരു ദൈവപ്രവൃത്തി ഞാൻ ആത്മാവിൽ കാണുക. ശ്രദ്ധിച്ച് കേൾക്കണം. ആമി, ചിലരുടെ ഉള്ളിൽ ബോധ്യമുണ്ട് ഈ ദിവസങ്ങളിൽ അത് ഉത്ഭവിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയൊന്നും വായിക്കണ്ട, ബാക്കിയൊക്കെ പിന്നെ വായിക്കുക. നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഇസ്രായേൽ മക്കൾക്ക് ചില ദിവസങ്ങളായിട്ട് ദാഹിച്ചിരിക്കുക. അവർ നിൽക്കുന്നത് കത്തുന്ന ഒരു പാറയുടെ മുമ്പിലാ. എല്ലാരും പിറുപിറുക്കുക, വെള്ളമില്ലെന്ന് പറഞ്ഞ്. മോശ മുട്ടുകുത്തിയപ്പോ ദൈവം പറഞ്ഞ് പേടിക്കണ്ട, വെളിപ്പെടാനുള്ള ഉറവ നിന്റെ അടുക്കൽ നിപ്പുണ്ട്. പക്ഷെ അതിന്റെ ഭാഷ നിനക്ക് മനസ്സിലാകത്തില്ല, നിന്റെ കണ്ണിനത് മനസ്സിലാകത്തില്ല. പക്ഷെ ഉള്ളിൽ ബോധ്യപ്പെടുത്തിക്കോ, അതിപ്പോൾ ഉത്ഭവിക്കും. ഇപ്പോ ഞാൻ കേൾക്കുന്നൊരു ശബ്ദം പറയാം. ചില കുടുംബത്തോട് ബന്ധപ്പെട്ട്, വീടിനോട് ബന്ധപ്പെട്ട്, തലമുറയോട് ബന്ധപ്പെട്ട് ചിലത് ഉത്ഭവിക്കാൻ പോവുക. അങ്ങനെ തന്നെ ദൈവം സംസാരിക്കുക. നിന്റെ ആത്മിക വരൾച്ച പൊട്ടാൻ പോവുക. നിന്നെ കൃപയിൽ നിർത്താത്ത വ്യാപാരത്തെ ദൈവം ഇന്ന് ശാസിക്കുക. നിങ്ങൾ അല്പം കൂടെ എന്നെ ശ്രദ്ധിച്ചിരുന്നേ. മനസ്സുകൊണ്ടെന്ന് പറഞ്ഞേ, വാഗൊണ്ട് പറഞ്ഞില്ലേ, മനസ്സുകൊണ്ട് പറഞ്ഞേ. എന്തോ ഒരു കാര്യം ഉത്ഭവിക്കാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. കത്തുന്ന തീക്കൽ പാറയെ അവൻ ജല തടാകമാക്കിയെന്ന. തീക്കൽ പാറയെ നിനക്ക് വേണ്ടി ചിലത് ദൈവം ഇറങ്ങി ചെയ്യാൻ പോവാ. അതിപ്പോൾ ഉത്ഭവിക്കും. ഇനി ദൈവം തുറന്നാൽ അവ അടയത്തില്ല. നിന്റെ സന്തതിക്ക് വേണ്ടി തുറന്നാൽ കൃപ 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 കൃപ. നീ രോഗിയായി മരിക്കാൻ പോവല്ല, എന്തോ ഉത്ഭവിക്കാൻ പോവാ. അമ്മ രോഗം നിന്നെ കീഴടക്കാൻ പോവില്ല, നീ രോഗത്തെ കീഴടക്കാൻ പോവാ. എന്തോ ഒരു കാര്യം. കൈ ഉയർത്തിക്കൊണ്ട് പാടിക്കേ. ആ 2 കൈ ഉയർത്തി പിടിച്ചോണ്ട് പാടിക്കേ. പകരാൻ പോവുക. നിന്റെ സന്താനത്തിന്മേലൊരു അനുഗ്രഹത്തെ പകരാൻ പോവുക. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നും. ഞാന് നിൽക്കുന്നവർ നിന്നോണ്ട്
ഇരിക്കുന്നവർ ഇരുന്നുകൊണ്ട് കേൾക്കണം. പുതിയതൊന്ന് ഉത്ഭവിക്കാൻ പോകുന്നു, ചെയ്യാൻ പോകുന്നെന്ന് പറയുമ്പോഴും ബൈബിള് പറയുന്നത് കേൾക്കണം. 2 കാര്യം നടക്കും. നിന്റെ സന്തതിയുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെയും. മോനെ, നീ പ്രാർത്ഥിച്ചോ, നിനക്കൊരു ഭയങ്കര അഭിഷേകം ദൈവം തരും. നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് എൻ്റെ ആത്മാവ് കണ്ടതാ. ലോർഡ്, നീ രാജ്യങ്ങളെ കീഴടക്കുമെന്ന്. അധുര വലിയൊരു വിളിമേള് കിടപ്പുണ്ട്, അത് വെളിപ്പെടാൻ പോവാ. അച്ഛാ, എനിക്കൊന്ന് കൈ തരാമോ? നിങ്ങളെ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് മാത്രമേ പറ്റൂ. കുടുംബമാണോ? നിങ്ങളെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളെ കുരുക്കിക്കളഞ്ഞു. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിന്റെ ജീവിതം മാറാൻ പോവാ. ഇപ്പം കഴുത്തോളം മുങ്ങി നിൽക്കുക അല്ലേ? മരണത്തെക്കുറിച്ചോ അന്ത്യത്തെക്കുറിച്ചോ ചിന്തിക്കണ്ട, തുടങ്ങാൻ പോവാ. നീ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പം നീ കുരുങ്ങിരുന്നേക്ക് 7 വർഷം പുറകില. ആ കുരുക്ക് വർഷങ്ങളായി നിന്റെ കുടുംബത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുക. ഈ പ്രസംഗിക്കുമ്പോഴും കഴുക കണ്ണുകൾ നിന്റെ വീടിനെ നോക്കിക്കൊണ്ടിരിക്കുക, നിന്നെ തകർത്ത് കളയാൻ. എന്നാൽ ദൈവം വിട്ടുകൊടുക്കത്തില്ല, നിന്നെ വിടുവിച്ച്. ഇദ്ദേഹത്തിന് നേരെ ഒന്ന് കൈ ഉയർത്തിയാണ്. സ്ഥലങ്ങൾ നിങ്ങളുടെ മേലൊരു ഗതികേട് കിടക്കും. എന്തൊക്കെ തൊട്ടാലും രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഇന്നത് പൊട്ടും. ഞാൻ മുമ്പേ പറഞ്ഞ വചനം കേട്ടെ, പുതിയതൊന്ന് ഉത്ഭവിക്കാൻ പോവാ. നീ അത് അറിഞ്ഞോ? എവിടാ വീട്? മണിമല. ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നേ, ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. നിങ്ങൾ അറിയുന്നുണ്ടോ പുതിയതൊന്ന് ഉത്ഭവിക്കാൻ പോവാ? കടം കൊണ്ട് നീ തകരത്തില്ല. നിന്നെ ദൈവം അവിടുന്ന് പൊക്കിക്കൊണ്ടുവരും. നിന്റെ സന്തതിയിൽ ഒന്നിനെ ഞാൻ സൂര്യൻ പ്രകാശിക്കുന്ന പോലെ പ്രകാശിപ്പിക്കും. അവൻ രാജ്യങ്ങളെ കീഴടക്കും. നീയും അവിടെ പോയി നിന്റെ സന്തതിയോടൊപ്പം രാജ്യങ്ങളിൽ രാപാർക്കും. യേശുവിന്റെ നാമത്തിൽ വാർദ്ധക്യത്തിലും നീ പച്ച വെച്ചും പുഷ്ടി പ്രാപിച്ചും ഇരിക്കുമെന്ന് ആത്മാവ് പറയുക. എവിടൊക്കെയോ വലിയ മോളെ എന്നെ നോക്കി, തടഞ്ഞു വെച്ചതെല്ലാം റിലീസാകാൻ പോവുക. കാരണം ഒത്തിരി തടസ്സങ്ങൾ ലൈഫിൽ അനുഭവിച്ചവളാണ്. ഞാൻ പറയുന്നത് ശരിയാണോ? എന്നാൽ ഇന്ന് ആ തടസ്സങ്ങളെ ദൈവം ക്യാൻസൽ ചെയ്തിട്ട് പുതിയതൊന്ന് ഉത്ഭവിക്കാൻ പോവുക. ചില വീടിനകത്ത് പുതിയത് ഒന്ന് ആത്മാവിൽ കണ്ടേ, പുതിയത് ഉത്ഭവിക്കാൻ പോവുക. 2026 നിങ്ങൾ അറിയണം, സഭ അറിയണം, കോട്ടയം ചർച്ച് അറിയണം. പുതിയതൊന്ന് ഉത്ഭവിക്കാൻ പോകുന്നു. ചില ശരീരത്തിൽ നിന്ന് നിന്റെ ജീവനെ കളയുന്ന ചില രോഗാത്മാവ് എന്ന് പറഞ്ഞാൽ, ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം പിടിച്ചെന്ന് പറഞ്ഞ പോലെ ചിലരുടെ മരണത്തിൽ എത്തിക്കുന്ന ചില രോഗവ്യാപാരങ്ങളെ ഇന്ന് ദൈവം പിടിച്ചു കെട്ടാൻ പോവാൻ.
ആയുസ്സിനെ തകർക്കുന്ന ദൈവശക്തി എന്തോ പുതിയത് ഉത്ഭവിക്കാൻ പോവുക. മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന്. കൃപ ദൈവസാന്നിധ്യം വ്യാപരിച്ചു തുടങ്ങട്ടെ. വാക്യത്തിലോട്ട് വരാം, സമയം പോകുന്നില്ല. വാക്യത്തിലോട്ട് വരാം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ദൈവം, നിങ്ങളല്ല, ദൈവം പുതിയതൊന്ന് ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു. ലാലുവിനോട് പറയുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു. കനസിന് വിഷമം വരണ്ട. ദൈവം നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു. ഇനി അടുത്ത വാക്യം കൂടെ വായിര്. അതിപ്പോൾ ഉത്ഭവിക്കും. അത് ഇപ്പോൾ ഉത്ഭവിക്കും. അത് ഇപ്പോൾ. തീർന്നില്ല. അടുത്തത് അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? പക്ഷെ ലാലു അത് അറിയണം, കെനസ് അത് അറിയണം, അനിപ്പാഷ് അത് അറിയണം, അടുത്തിരിക്കും നീ അറിയണം. അതിപ്പോൾ ഉത്ഭവിക്കും. അതെന്തുവാന്ന് കേട്ടോ? അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴി എന്ന് പറഞ്ഞ ഇന്നലകളിലെ മരുഭൂമി പൊട്ടിയിട്ട് ഒരു വഴി വരാൻ പോവുക. ലോർഡ്, നിന്റെ മരുഭൂമി ക്യാൻസൽ ആകുന്നു, നിന്റെ ശൂന്യത ക്യാൻസൽ ആകുന്നു. ഞാൻ മരുഭൂമിയിൽ കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ. കർത്താവേ, ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ മരുഭൂമിയിൽ ഒരു വഴി വരട്ടെ. നിന്റെ അടഞ്ഞുപോയ മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്തുവാ? പച്ചിപ്പില്ലാത്ത അവസ്ഥ, ഉറവയില്ലാത്ത അവസ്ഥ, കണ്ണെത്താത്ത ദൂരം വരെ കിടക്കുന്ന അനുഭവം. ഇതല്ല ആ മരുഭൂമി. ദൈവം പറയാ, ആ മരുഭൂമിക്കകത്ത് ഞാനൊരു വഴി വരയ്ക്കാൻ പോവാ. ഇന്നിവിടെ എഴുതി വെച്ചോ, നിന്റെ ലൈഫിന്റെ ഗതികേട് മാറ്റാൻ ഞാൻ ദൈവാത്മാവിൽ ഞാനൊരു വെളിപ്പാട് കാണുക. ഒരു വെള്ള പേപ്പറിൽ ഒരു പെന്നുകൊണ്ട് ആരോ വരയ്ക്കുന്നു. ഞാൻ ചോദിച്ചപ്പോൾ യേശു എന്നോട് പറയുക, ചിലരുടെ ഭാവി ഞാൻ വരയ്ക്കാൻ പോവുക. ഞാൻ ദൈവശബ്ദമാ കൈമാറുന്നേ. നീ മുടിഞ്ഞെന്ന് പറഞ്ഞവരുടെ മുമ്പില് തമ്പുരാൻ വഴിയൊരുക്കും വാരം കൈ പിടിച്ചെന്നെ ഒരിക്കൽ കൂടെ വാതിലുകൾ പലതും അടഞ്ഞിടും വല്ലഭൻ പുതുവഴി തുറന്നു. യേശുവേ, വാതിലുകൾ പലതും അടഞ്ഞിടും വല്ലഭൻ പുതുവഴി തുറന്നു. എങ്ങനെ നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. ഇന്നത്തെ ദിവസം എഴുതിയിട്ടോ, നിന്റെ ഭാവി ദൈവം വരച്ചിടുക. ലോർഡ്, ഏത് സ്ഥലത്തു നീ ബന്ധിക്കപ്പെട്ടോ, ഏത് സ്ഥലത്തു നീ കുരുങ്ങിയോ, അവിടുന്ന് തമ്പുരാന്റെ കരം നിനക്ക് വേണ്ടി. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നത് വചനമല്ല, വെളിപ്പാടാ. വചനവും വെളിപ്പാടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് പറയുക. ലോർഡ്, ഒരു വഴി വരയ്ക്കാൻ പോവുക. ആ വഴി കാണുമ്പം നീ അത്ഭുതപ്പെടും. അതിപ്പോൾ ഉത്ഭവിക്കുമെന്ന് പറഞ്ഞത് ഈ വഴിയെ കുറിച്ചാ. അതിപ്പോ ഓപ്പൺ ആകും. എല്ലാ വഴി അടഞ്ഞു കിടക്കുന്ന ചിലരോട് കർത്താവ് പറയുക, നീ വിഷമിക്കണ്ട, ദൈവത്തിന്റെ വഴി എന്തുവാന്ന് നീ അറിയാൻ പോവുക.
എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുക, ചിലര് ചിന്തിച്ചു വന്ന പരിപാടികളെല്ലാം തമ്പുരാനൊന്ന് തകിടം മറിക്കും. തകിടം മറിക്കും. തകിടം മറിക്കും. തകിടം മറിക്കുന്ന എന്തിനാ? പുതിയ വഴി ഓപ്പൺ ആകാനാ. ഓ ജീസസ്, ഇതാ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും, ജീസസ് നിർജ്ജന പ്രദേശത്ത് ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അല്പദിവസത്തിനകത്ത് നീ പറയും വഴി ഓപ്പൺ ആയെന്ന്. ഇപ്പൊ ഈ ജപ്തിയെ കിടക്കുന്ന ചിലരോട്, കടം കയറി കുടുങ്ങിയ ചിലരോട് ഞാൻ പ്രവചിക്കുക, വേറെ സ്ഥലങ്ങൾ നീ വാങ്ങാൻ പോവാ. കാരണം വഴി വേറെയാ തുറക്കാൻ പോകുന്നേ. ഈ വർഷം ചിലര് പുതിയ വീടിന് അടിസ്ഥാനമിടും. ഈ വർഷം ചിലരുടെ വീട് പൂർത്തിയാവും. ഈ വർഷം ചിലരുടെ കുഞ്ഞുങ്ങൾക്ക് യാത്ര. ഓ, പ്രവചിക്കാൻ ദൈവനോട് പറയുന്നു, നിന്റെ ഭാവി വരച്ചു വെ. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കും. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കും. നമുക്ക് വാക്യത്തിലോട്ട് വരാം. അല്പം മിനിറ്റ് കൊണ്ട് ഈ ദൂത് പൂർത്തിയാകേണ്ട സമയമായിരിക്കുക. ഇന്ന് ഹോളി സ്പിരിറ്റ് ഇതിനകത്ത് ഭയങ്കര കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യട്ടെ. അല്പം കൂടെ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നാൽ എന്തോ ഇതുവരെ ഇല്ലാത്തത് എന്തോ ഓപ്പൺ ആകാൻ പോവുക. അത് നീ അറിയണം. നീ അറിയണം. നിന്റെ വിടുതൽ എന്ന് പറഞ്ഞാൽ നിനക്ക് അതേക്കുറിച്ച് ലഭിക്കുന്ന തിരിച്ചറിവാ. എന്താണ് നിനക്ക് അതേക്കുറിച്ച് ലഭിക്കുന്ന? ഹന്നായുടെ വിജയം മനസ്സിലായോ? മുട്ടു കുത്തിയപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, എന്റെ വിഷയത്തിന് വഴി ഓപ്പണായി. ഗ്ലോറി. ഇനി ഞാൻ ദൂതിലോട്ട് വരാം. ആ വാക്യത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം. സ്തോത്രം. ആ 5 കാര്യം പറഞ്ഞിട്ട് പ്രസംഗിക്കത്തില്ല, പറഞ്ഞിട്ട് നിർത്തും. സ്തോത്രം. 44:3. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും. ആർക്കേ കൊടുക്കത്തുള്ളൂ? ദാഹിച്ചിരിക്കുന്നു. ദാഹമുള്ളവർക്ക്. അടുത്തിരിക്കും, തൊട്ടേ ദാഹം ഉണ്ടോ എന്ന് ചോദിച്ചേ. ഇങ്ങോട്ട് നിൽക്കേ. അനിപ്പാഷ് പ്രസംഗിക്കുമ്പോ പാട്ട് വേണമെന്ന് വിചാരിച്ച പാട്ടിയാ, അത് പാട്ടാ. ദാഹത്തോടെ പാടി ആ പാട്ട് വേറെയാ. മനസ്സിലായോ? പ്രാർത്ഥിച്ചില്ല വീട്ടിൽ അനർത്ഥം സംഭവിക്കുമെന്ന് കരുതി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വേറെ. അല്ല, ദൈവം പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വേറെ. ഓ, ചിലരുടെ ഉള്ളിൽ വലിയ ദാഹം ദൈവം തരിക. എത്ര പേര് അതിനാമിയും പറയും? ചിലരുടെ ഉള്ളിൽ വലിയ. ഇവിടെ നിങ്ങൾ ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. ഇനി അടുത്ത കേട്ടോണം. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും. ഈ ദിവസങ്ങളില് നിന്റെ സന്തതി നശിക്കാൻ പോവല്ല, പാപത്തിൽ ബന്ധിക്കപ്പെടാൻ പോവല്ല. നിന്റെ സന്തതിയുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആരുടെയൊക്കെ ഉള്ളിൽ ഒരു വേദന കിടപ്പുണ്ട്. എൻ്റെ സന്തതി ജീസസ് ഒന്ന് അനുഗ്രഹിക്കപ്പെടണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എൻ്റെ സന്തതി ഒന്ന് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയും, ഈ ദിവസങ്ങൾ ഒരിക്കലും പൊട്ടത്തില്ലെന്ന് പറഞ്ഞ പല കെട്ടും നിന്റെ സന്തതിയോട് ബന്ധപ്പെട്ട്. ഹോളി സ്പിരിറ്റ് നിന്റെ സന്തതിയോട്. ഓ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ബൈബിളിൽ വാക്യമുണ്ട്, ഞാൻ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് എന്റെ സാന്നിധ്യത്തിൽ മറയ്ക്കാൻ പോവാ. നമുക്ക് പെട്ടെന്ന് സമയം മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും. നിന്റെ സന്തതിയുടെ മേൽ എന്റെ ആത്മാവിനെയും. നിങ്ങൾക്കറിയാമോ, ബൈബിളിലെ ഏറ്റവും വലിയ പ്രവചനത്തിൽ ഒരു പ്രവചനം ഞാൻ നിങ്ങളോട് ഞാൻ കേൾപ്പിക്കാം. സ്തോത്രം. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും.
തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനത്തെ നിന്റെ സന്തതി കെട്ടിപ്പൊക്കും എന്ന് പറഞ്ഞാൽ നശിച്ചടാന്ന് പറഞ്ഞിടത്തുനിന്ന് നിന്റെ സന്തതി ചിലതിനെ കെട്ടിപ്പൊക്കി. ഇപ്പൊ ചിലത് ചോദിക്കും, പാസ്റ്റേ, അനി ബ്രദറെ, അനി പാസ്റ്റേ, യോഗത്തിന് വരാത്ത എന്റെ കൊച്ചിനെ കുറിച്ചാണോ? അതെ അതെ. പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാത്ത എന്റെ മോനെ, അവൻ തന്നെ പ്രാർത്ഥിക്കും, അവൻ തന്നെ യോഗത്തിന് വരും, അവൻ തന്നെ സ്റ്റേജിൽ കയറും. ഓ, കാര്യം എന്താണെന്നറിയാം, അവന്റെ മേൽ പ്രവചനം കിടക്കുക. നിന്റെ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം തരുന്ന സ്വപ്നവും ദൈവം തരുന്ന വെളിപ്പാടും ഒന്നും ഒരു കാലത്തും നിങ്ങൾ, സ്തോത്രം, ആമീൻ, അത് ചെറുതായിട്ട് കാണരുത്, വലുതായിട്ട് കാണും. ഞാനൊക്കെ രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഞാൻ സ്വപ്നം കാണുക. സ്വപ്നം എന്താണെന്നറിയാമോ? കർത്താവിന് സ്തോത്രം, ഞാൻ രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ, എനിക്ക് ബൈബിൾ അറിയത്തില്ല, പ്രസംഗം അറിയത്തില്ല. ഒരു സ്വപ്നം കാണുക, ഞാനൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു. സ്വപ്നമാണ്. അത് ചിലപ്പോൾ സാധ്യതയുണ്ടല്ലോ, ഫ്ലൈറ്റേ പോവുള്ളൂ, ഇനി ഫാസ്റ്റ് ആയില്ലേലും പോവുള്ളൂ. സ്വത്രം, ചിലപ്പം ഭാഗ്യം ഒരുങ്ങിയാൽ ഇനി ഇവിടുന്ന് ബോംബെ വരെ വേണേലും പോവല്ലോ. എന്നിട്ട് ഞാൻ കണ്ടു, ഈ ഫ്ലൈറ്റേ പോയപ്പം എയർ ഹോസ്റ്റസ്മാരെല്ലാം കൂടെ ചുറ്റും ഇരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് സാധ്യത കുറവാണ്. സ്തോത്രം. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു രാജ്യം വിസിറ്റ് ചെയ്തപ്പം ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി. അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം അവരുടെ പ്രാർത്ഥനാ വിഷയം, അവരുടെ ചർച്ചിലുള്ള എല്ലാവരും അഭിഷേകം പ്രാപിക്കണമെന്ന്. അങ്ങനെ ഞാൻ അവരെല്ലാം അഭിഷേകം പ്രാപിക്കാൻ പ്രാർത്ഥിച്ചു. ഒരു 130 പേര് അടുത്തുള്ളൊരു യോഗമാണ്. ഒരു 20 പേരെ അഭിഷേകം പ്രാപിച്ചവരുള്ളൂ. ഒരു 10-60 പേര് ആ യോഗത്തിൽ അങ്ങ് അഭിഷേകം പ്രാപിച്ചു. അപ്പം നല്ല സുന്ദരിയായ ഒരു പെൺകൊച്ച് മുമ്പിൽ ഇരുന്ന് അവളും അഭിഷേകം പ്രാപിച്ചു. സ്തോത്രം. യോഗം കഴിഞ്ഞപ്പോൾ എന്നോട് അവിടുത്തെ പാസ്റ്റർ പറഞ്ഞ, ആ അഭിഷേകം ഏറ്റവും ലാസ്റ്റ് പ്രാപിച്ച പെണ്ണൊരു സിന്ധിയാണ്. അവള് ഒമാനെയറിലെ ഫ്ലൈറ്റുകൾ വർക്ക് ചെയ്യുന്ന ഒരു എയർ ഹോസ്റ്റസ് ആണ്. സ്തോത്രം. ചുരുക്കി അങ്ങ് പറയാം, ഹല്ലേലൂയ. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പം, ദൈവത്തിന്റെ സ്തോത്രം, ഞാനിൽ ഇനിയുണ്ട്, ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറിയപ്പം ഈ അഭിഷേകം പ്രാപിച്ച കൊച്ചാ കൈ കൂപ്പിക്കൊണ്ട് നിൽക്കുന്നേ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞങ്ങളെ കൊണ്ട് ഏറ്റവും നല്ല സ്ഥലത്ത് കൊണ്ടിരുത്തി, ഫ്ലൈറ്റ് പൊങ്ങിയപ്പോൾ ഞങ്ങളെ ഫസ്റ്റ് ക്ലാസ്സിൽ കൊണ്ടിരുത്തി. സ്തോത്രം. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, പെട്ടെന്ന് ഫുഡ് കൊടുത്തു വരാം, നമുക്ക് ഇച്ചിരി നേരം പ്രാർത്ഥിക്കണം. ശ്രദ്ധിക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ട ആ മാസം കണ്ട സ്വപ്നമാണ് പറയുന്നത്. സ്തോത്രം. ഒരു 1.5 മണിക്കൂർ കൊണ്ട് അവരെല്ലാവർക്കും ഫുഡ് കൊടുത്തേച്ച് ഞങ്ങളോർത്ത് പുള്ളിക്കാരത്തി മാത്രമല്ല, പുള്ളിക്കാരത്തിയുടെ കൂട്ടുകാരി ഒരു 4-5 പേരും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക. അപ്പം ഒരു ഗ്രാമത്തിൽ ജനിച്ച ഞാൻ രക്ഷിക്കപ്പെട്ട ആ മാസങ്ങളിൽ കണ്ട സ്വപ്നം 12 വർഷം കഴിഞ്ഞ് നിവർത്തിക്കപ്പെടുക. എടാ, ദൈവം തരുന്ന ചെറുതും വലുതുമായ ഒരു സ്വപ്നവും വിടരുത്. അത് അതുപോലെ സംഭവിക്കും. ഒരു ആമയും പറഞ്ഞു തുടങ്ങണം. എയർ ഹോസ്റ്റസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ കാര്യമല്ല, പക്ഷെ അത് ആകാശത്ത് പ്രാർത്ഥിക്കുന്ന ഇച്ചിരി വലിയ കാര്യം തന്നെയാ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. നീ കാണുന്ന സ്വപ്നം അതുപോലെ നടക്കും. നിന്റെ സന്തതി മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിന്റെ സന്തതി മേൽ പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ നിന്റെ സന്തതി പല രാജ്യത്തു നിന്ന് വിളിക്കും, ഞാൻ സ്നാനപ്പെടാൻ പോവാ, ഞാൻ അഭിഷേകം പ്രാപിച്ചു, ഞാൻ പ്രവചിക്കുന്നു, പറയാൻ പോവാ, നിന്റെ സന്തതിയുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. പിന്നെ നോക്കിയ, നിന്റെ സന്താനത്തിന്മേൽ ഞാൻ നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. ആത്മാവിനെ പകരും. ഇനി സന്തതികളോടുള്ളൊരു വാക്തത്വം കൂടെ പറയാം. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന ആ വാക്യം കൂടെ ഒന്ന് വായിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ജീസസ്, 58-ാം അധ്യായം 12-ാമത്തെ വാക്യം. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. നെഞ്ചത്ത് കൈവച്ചറ, എന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. പിള്ളേരെ നോക്കി പ്രവചിക്ക. നാട്ടുകാര് പറഞ്ഞില്ലേ അവൻ തലവേദനയാന്ന്, പക്ഷെ നാട്ടുകാരെ പറയാം അവൻ നല്ലവനാന്ന്. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടി. നിന്റെ അപ്പന്റെ കാലം മുതൽ തകർന്നതിനെ നിന്റെ മോൻ പണിതുകൊണ്ട് വരും.
കേട് തീർക്കുന്നവനെന്നും നിന്റെ സന്തതിക്ക് പേര് വരാൻ പോവാ കേട് തീർക്കുന്നവൻ, കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ ആക്കുന്നവനെന്നും നിനക്ക് പറയും. പേർ പറയും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാണ്. ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയാ, സന്തതികളുമായി ബന്ധപ്പെട്ട് ഇന്ന് വലിയ വിടുതൽ നടക്കുക. വിശ്വസിക്കാൻ പറ്റുന്നവർക്കായി സ്തോത്രം. എനിക്ക് പ്രസംഗം നിർത്താൻ തോന്നില്ല, കാര്യം ദൈവത്തിൽ നിന്ന് എനിക്ക് ദൂത് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, അതെന്തോ ഇപ്പോൾ ഉത്ഭവിക്കും. നിനക്ക് പോലും തോന്നി നിന്റെ സന്തതി ബന്ധിക്കപ്പെട്ടത് ഇല്ല ഇല്ല, ഇന്നത്തെ ദിവസം കുറിച്ചിട്ടോ. ഓ, കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ദൈവാത്മാവ് ചിലരോട് സംസാരിക്കുക. പുതിയതൊന്ന് ഉത്ഭവിക്കാൻ പോവുക. പുതിയത് എവിടോ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളോട് ചെയ്യുക. അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചേ. അത്ഭുതത്തിൽ വിശ്വസിക്കുന്നോ? ദൈവം പാസ്റ്റർ ലാലുവിന് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോവാ. ഇതുപോലെ ഒന്ന് വിശ്വാസം. ദൈവം കെനസിന് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോവാ. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് നിനക്ക് വേണ്ടി യേശു. ലൈവിലൂടെ കാണുന്നവർ പരസ്പരം വന്നു, അമ്മി ആ വീട്ടിലുള്ളവർ എന്ന് പറഞ്ഞ നിനക്ക് വേണ്ടി ദൈവം വരൂ. അത് ഇപ്പോൾ ഉത്ഭവിക്കും. അത് നീ അറിയണം. തിങ്കളാഴ്ച രാവിലെ എഴുന്നേക്കുന്നത് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം. ചൊവ്വാഴ്ച രാവിലെ എഴുന്നേക്കുന്നത് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം. ബുധനാഴ്ച രാവിലെ എഴുന്നേക്കുന്ന നിന്റെ ഓഫീസിൽ എന്തോ തുറക്കാൻ പോവാ, നിന്റെ ബിസിനസ്സിൽ എന്തോ തുറക്കാൻ പോവാ. മുമ്പ് ഒരിക്കലും ഓപ്പൺ ആകാത്ത ചിലത്. ഇനി സന്തതിയോടുള്ള ഒരു വാക്തത്വം കൂടെ ബൈബിളിലുണ്ട്. അത് യെശയ്യാ പ്രവചനം 59-ാമത്തെ വാക്യ. അതുകൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ ആമീൻ പറഞ്ഞേക്കാം. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും. യെശയ്യാ 59-ന്റെ 21 നിന്റെ മേലുള്ള രണ്ടാമത്തെ ലൈൻ. നിന്റെ മേലുള്ള എന്റെ ആത്മാവും. ദൈവം പറയാം, നിന്റെ മേലുള്ള എന്റെ ആത്മാവും. നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും. നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനവും. നിന്റെ വായിൽ നിന്നും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും എന്ന് തൊട്ട് ഇന്നു മുതൽ ഒന്ന് പറഞ്ഞ ഇന്നു തൊട്ട് ഇന്നു തൊട്ട് നിന്റെ വായിൽ നിന്നും. കണ്ടോ, നിങ്ങൾ നോക്കി ഈ വാക്യത്തിനകത്തൊക്കെ വരുന്ന ദൂത് കണ്ടോ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് തൊട്ട് ശ്രദ്ധിക്കണം. എന്നോട് ദൈവാത്മാവ് പറയുക, നിന്റെ കാലത്ത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചത് ഇനി അടുത്ത 4 തലമുറ വരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ നിന്നിൽ തുടങ്ങുക. ഇന്ന് തൊട്ട് എന്ന് ഈ 8-ാം തീയതി തൊട്ട് ഫെബ്രുവരി 8 തൊട്ട് ഞാൻ വചനത്തിൽ കൂടെ പ്രൂവ് ചെയ്യുക. ഹോളി കൃപ വാക്യം വിടരുത്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ നിന്നും ഞാൻ തന്നെ എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ മോന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ മകന്റെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല. ഇതിന് ആമീൻ പറയണം. ഇന്ന് തൊട്ട് നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ. നന്ദി കർത്താവേ. ദൈവ സാന്നിധ്യം ഇവിടെ കരകവിഞ്ഞ് ഒഴുകുക. ദൈവ സാന്നിധ്യം ഇവിടെ. നിങ്ങള് ഒരു 2 മിനിറ്റ് ശ്രദ്ധിച്ചേ. ഈ വാക്യം ചേർത്ത് വെച്ച ഒരു കാര്യം നിനക്ക് മനസ്സിലായോ? ഇന്നെന്തോ ഉത്ഭവിക്കാനുള്ള ഒരുക്കം. അതെന്തുവാന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എവിടൊക്കെയോ നീ ചിന്തിക്കാത്ത സ്ഥലത്ത് ചില ഒരുക്കങ്ങൾ നടക്കുന്നു. നീ പ്രതീക്ഷിക്കാത്തിടത്ത് ഇന്ന് ദൈവദൂതന്മാർ ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തില് എന്തോ ഉത്ഭവിക്കാനുള്ള. കണ്ടോ ചിലരുടെ ഉള്ളിൽ ഇത് നീ അറിയണമെന്ന അനിപ്പാർസ് അറിഞ്ഞാൽ പോരാ, നീ അറിയണം. അതിപ്പോൾ ഉത്ഭവിക്കും. പ്രസംഗം നിർത്തുക. ഇന്ന് മുതൽ നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും നീങ്ങത്തില്ല എന്ന് പറഞ്ഞ തമ്പുരാൻ ഇന്ന് ഉത്ഭവിപ്പിക്കുന്നത് അടുത്ത 4 ജനറേഷൻ. അതായത്
നിന്റെ മകന്, അവന്റെ മകന്, പിന്നെ അടുത്തോട് ഒഴുകട്ടെ. ആമേൻ. അങ്ങനെ വരെ അത് നിലനിൽക്കുമെന്ന് വചന ഉറപ്പ് തരിക.